പരിവാദിനികള കലാ കുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രാർത്ഥന ഭക്തി നിർഭരമായി പ്രാർത്ഥന ആലപിച്ച ദീപാരാജുവിനും റാണി സുരേഷിനുമുള്ള സ്നേഹാദരവും നന്ദി അറിയിക്കുന്നു. വേദാന്ത സൂത്ര ജപം വളരെ ധ്യാനാത്മകമായിട്ട് ഈ ഒരു കൃതിയെ നമുക്ക് ആലപിക്കാനും നമ്മുടെ കൈകളിലേക്കൊക്കെ വച്ച് തന്ന മഹാഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനം കാലം കൂടിയാണ്. നമ്മള് ഭക്തി നിർഭരമായ മനസ്സോടുകൂടി ഗുരുസവിധത്തിലേക്ക് അണയാനായിട്ട് വെമ്പുന്ന ഒരു കാലഘട്ടം. ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാനും ഗുരുവിനെ അറിയാനും ഒക്കെ തീർത്ഥയാത്രയുടെ ഒരു തിരക്കിലിരിക്കുന്ന സമയം കൂടിയാണ് നമ്മൾ. അത്തരത്തിലുള്ള സന്ദർഭത്തില് വേദാന്ത സൂത്ര പഠനമൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു എനർജി തരട്ടെ, ഒരു എന്താ പറയുക, ഗുരുവിലേക്ക് കൂടുതൽ അടുക്കാനാവട്ടെ
എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് 7ാമത്തെ സൂത്രമാണ് വിചാരം ചെയ്യാനുള്ളത്. 6ാമത്തെ സൂത്രം ഭൂയോ അസദഃ സദസദിതി എന്നതായിരുന്നു. അത് നമ്മൾ 2 ക്ലാസ് കൊണ്ടാണ് അത് എടുത്തത്. ഇനി 7ാമത്തെ സൂത്രമാണ്. അവിടെയും പാഠഭേദങ്ങൾ വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പോൾ മുനിനാരായണ പ്രസാദ് സ്വാമിജിയുടെ വ്യാഖ്യാനത്തിലും അതുപോലെ ബാലകൃഷ്ണ സാറിന്റെ വ്യാഖ്യാനത്തിലും ഒക്കെ കാണുന്നത് സച്ചപ്താദയോ സദഭാവശ്ചേതി എന്നാണ്. അവിടെ അങ്ങനെ പറയുമ്പോൾ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ആശയത്തിന് സത്തും അസത്തിലും നമുക്ക് അന്വയിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ മഞ്ജരിയിൽ ഗുരുവിന്റെ കൃതികൾ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ 7ാമത്തെ സൂത്രത്തിന് സച്ചപ്താദയോ കഴിഞ്ഞൊരു പ്രശ്ലേഷം ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ആ പ്രശ്ലേഷം അകാരത്തിന് പകരം ഇടുന്നതാണ്. അപ്പോൾ ഈ സച്ചപ്താദയോ എന്ന് പറയില്ല, അത് സച്ചപ്താദയഹ എന്നാണ് അത് പിരിക്കുള്ളൂ. അത് പിരിച്ചു കഴിഞ്ഞ് പിന്നെ സദഭാവഹ പറയില്ല. കാരണം പ്രശ്ലേഷത്തിന് അകാരം ചേർത്ത് പറഞ്ഞേ പറ്റൂ. വിസർഗത്തിന്റെ കൂടെ ഒരിക്കലും പ്രശ്ലേഷം, വ്യഞ്ജനത്തിന്റെ കൂടെ ഒരിക്കലും പ്രശ്ലേഷം വരില്ല. അതുകൊണ്ട് സച്ചപ്താദയോ അസദഭാവശ്ചേതി എന്ന് നമുക്ക് സൂത്രം വായിക്കാൻ പഠിക്കാം. ആ രീതിയിൽ നമുക്കിതിനെ വിചാരം ചെയ്യാം. അപ്പോ സച്ചപ്താദയോ അസദഭാവശ്ചേതി എന്നാണ് സൂത്രം. സത് ശബ്ദ ആദയഃ അസത് അഭാവഃ ച ഇതി. അപ്പൊ 1 2 3 4 5 6 പദങ്ങളുണ്ട് അതിൽ, അല്ലെ? അപ്പോൾ ഓരോ സൂത്രം പഠിക്കുമ്പോഴും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആ സൂത്രത്തിന്റെ പദച്ഛേദവും ഓരോ പദങ്ങളുടെ അർത്ഥവും അതിലേക്ക് ഗുരു ഉള്ളടക്കി വെച്ചിരിക്കുന്ന ചെറിയൊരു സാരമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. വലിയ വേദാന്ത വിചാരത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലും എന്താണ് ഗുരു ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ പഠനത്തിലൂടെ നമുക്ക് ഈ തത്വമൊക്കെ ആഴത്തിൽ ഉറപ്പിച്ചു കൊണ്ടുവരണം. ആദ്യം തന്നെ ഇത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കരുതി ഒന്നും വിഷമിക്കേണ്ട. മനസ്സിലാകായികയിൽ നിന്നാണ് നമ്മൾ ആ മനസ്സിലാകലിലേക്ക് എത്തുന്നത് എന്ന് കരുതുക. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിത് ഇവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മഞ്ജരിയിൽ വെറുതെ നിങ്ങൾ ഇരിക്കാതെ അതൊന്ന് മനസ്സുകൊണ്ട് ഉച്ചരിക്കുക, അതൊന്ന് പിരിച്ചു പറഞ്ഞു നോക്കുക, ഓരോ വാക്കിന്റെ അർത്ഥം വെറുതെ ഒന്ന് കുറിച്ചു വെക്കുക. സത് ശബ്ദ ആദയഃ പ്ലസ് അസത്ത് ചേരുമ്പോഴാണ് സച്ചപ്താദയോ അസത് എന്ന് വരുന്നത്. അല്ലാതെ സച്ചപ്താദയോ പ്ലസ് സത്ത് എന്ന് വരില്ല അവിടെ ഒരിക്കലും. അപ്പോ സശബ്ദാദയഃ സത് ശബ്ദ ആദയഃ പ്ലസ് അസത് പ്ലസ് അഭാവഃ പ്ലസ് ച പ്ലസ് ഇതിയാണ് അഭാവശ്ചേതി. അതായത് അഭാവഃ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിസർഗമുണ്ട്, അഭാവഃ. ആ വിസർഗത്തിന്റെ കൂടെ ച ചേരുമ്പോൾ വിസർഗത്തിന് ശകാര ആദേശം വന്നിട്ടാണ് അഭാവശ്ചേതി എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ഗുണം വരുമ്പോഴാണ്, ഗുണസന്ധി വരുമ്പോഴാണ് അഭാവശ്ച പ്ലസ് ഇതി അഭാവശ്ചേതി. നിയമങ്ങളൊന്നും നമ്മൾ പഠിക്കണ്ട, പിരിക്കുമ്പോൾ തെറ്റാതെ പിരിച്ചാൽ മതി. സത്ശബ്ദ ആദയഃ അസത് അഭാവഃ ച ഇതി ചേർത്ത് വായിക്കുമ്പോൾ സച്ചപ്താദയോ അസദഭാവശ്ചേതി, സച്ചപ്താദയോ അസദഭാവശ്ചേതി എന്ന സൂത്രം. നമുക്കിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ സൂത്രത്തിൽ നമ്മൾ പറഞ്ഞത് നമുക്കൊന്നും കൂടി ആവർത്തിച്ച് അതെന്താ അതിന്റെ ആശയം എന്ന് പറയാം. ആദ്യം ഇതിന്റെ ഒരു വേർഡ് മീനിങ്ങിലേക്ക് നമുക്ക് എത്താം, അല്ലെ? സത് ശബ്ദ ആദയഃ, ആദയഃ എന്നുള്ള വാക്കിന് എക്സെട്ര എന്ന് പറയും, തുടങ്ങിയവ, അല്ലെങ്കിൽ അത് ആദിയിലുള്ള, അങ്ങനെയാണ് ആ പദത്തിന് അർത്ഥമുള്ള. ആദയഃ അത് തുടങ്ങിയ, ഏത് തുടങ്ങിയ? സത് ശബ്ദ ആദയഃ, സത്ത് എന്ന ശബ്ദം ആദിയായിട്ടുള്ള,
എന്നർത്ഥം കൊടുക്കുക. അല്ലെങ്കിൽ സത്ശബ്ദം തുടങ്ങിയവ, സത്തും അതിനെ സൂചിപ്പിക്കുന്ന സത്താദ്യോതകമായ മറ്റു പദങ്ങളുടെയും അർത്ഥം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സത്ശബ്ദാദേഹ എന്നുള്ളതിനെ വ്യക്തമായി അതിന്റെ ആശയം എഴുതി വെക്കണം. സത്ത് എന്ന ശബ്ദം ആദിയായിട്ടുള്ളതും ഓർ സത്തും അതിനെ സൂചിപ്പിക്കുന്ന സമാന പദങ്ങളും ഓർ സത്ത്, ചിത്ത്, ആനന്ദം എന്നീ സ്വരൂപ ലക്ഷണങ്ങളും. ഈ 3 അർത്ഥവും അവിടെ നമുക്ക് യോജിപ്പിക്കാം. ഒന്ന്, സത്ത് എന്ന ശബ്ദം ആദിയായിട്ടുള്ളതും, സത് ശബ്ദ ആദയ, അത് അതിന്റെ പദാർത്ഥമാണ്. ഇനി കുറച്ചും കൂടി അതിനെ കുറിച്ച് നമ്മളൊന്ന് ആ പദാർത്ഥത്തിന്റെ ഇച്ചിരി കൂടി ഒന്ന് ആഴത്തിലേക്ക് പോയാൽ, സത്തും അതിനെ സൂചിപ്പിക്കുന്ന സമാന പദങ്ങളും, സദ്വാജിയായ ശബ്ദവും എന്നർത്ഥം. സത്തും അതിനെ സൂചിപ്പിക്കുന്ന സദ്വാജിയായ ശബ്ദവും ഓർ, ഇതെല്ലാ അർത്ഥം ഉണ്ടെന്നല്ല, ഇത് എല്ലാത്തിന്റെയും പൊരുൾ ഒന്നാണ്. ഓർ സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദം, നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് ഗുരു പറഞ്ഞു തന്നില്ലേ നമുക്ക്. ആ സത്ത് ചിത്ത് ആനന്ദം എന്നീ സ്വരൂപ ലക്ഷണങ്ങളും, ഇതാണ് ഈ സച്ഛബ്ദ ആദേഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അങ്ങനെ പറയാം, സത് ശബ്ദ ആദയ. വളരെ ശ്രദ്ധയോടെ കേട്ട് അത് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ച് അതിന്റെ ഓരോ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനനം ചെയ്യാം. അപ്പോൾ സത്ത് എന്ന ശബ്ദം നമ്മൾ ഇതിനു മുമ്പ് എത്രയോ സൂത്രങ്ങളിൽ നമ്മൾ ഈ സത്തിനെ ഗുരു പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ സൂത്രത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അതിനെ ഒന്നും കൂടി വിശദമായി പറഞ്ഞു തരിക ഗുരു. അപ്പൊ നമ്മൾ തീർച്ചയായും ഇത് ഗുരുദേവ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും ഈ സത്തിനെയും അസത്തിനെയും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ പറയാണ്, സത്ത് എന്ന ശബ്ദം ആദിയായിട്ടുള്ളതും അല്ലെങ്കിൽ സത്തും അതിനെ സൂചിപ്പിക്കുന്ന സമാന പദങ്ങളും അല്ലെങ്കിൽ സത്ത് ചിത്ത് ആനന്ദം എന്നീ സ്വരൂപ ലക്ഷണങ്ങളും, ഇവയ്ക്ക് ഈ സത്ശബ്ദാദികൾക്ക് ഭാവവും ഉണ്മയും എന്നർത്ഥമാണ്. അവിടെ അന്വയിച്ച് നമുക്ക് എടുക്കണം. അങ്ങനെ സത്ശബ്ദാദികൾക്ക് ഉണ്മയും, വ്യാഖ്യാനത്തിൽ നമുക്ക് ക്ലിയർ ആവും. നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് കൃതി പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. സത് ശബ്ദത്തിന് സത്തും അതിനെ സൂചിപ്പിക്കുന്ന സത്താദ്യോതകമായ ശബ്ദങ്ങൾക്ക് ഉണ്മയും അല്ലെങ്കിൽ ഭാവവും. ഇനി അസത് അഭാവ, അസത്തിന് ജഡത്തിന് അഭാവവും. അസത്ത് എന്ന് പറയുമ്പോൾ ജഗത്തിന് നമുക്ക് പറയാം, ജഗത്തിന് അഭാവവും. ജഗത്തിന് അഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കേവല സത്തയിൽ നിന്നും ജഗത്ത് വന്നപ്പോൾ സത്ത് അസത്ത് എന്ന ഭാവരൂപത്തിലും അഭാവരൂപത്തിലും ആണ് വന്നതെന്ന് നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു. ഇവിടെ പറയാണ് അസത്തിന്റെ അഭാവവും, അതായത് അസത്തിന് അഭാവവും സത്തിന് ഭാവവും കൽപ്പിക്കണം എന്നേ അർത്ഥമുള്ളൂ. അസത്തിന് അഭാവവും, അതായത് ജഗത്തിന്റെ ഇല്ലായ്മയും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ജഗത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജഗത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ ശരീരമായിട്ട് ഇവിടെ എത്ര വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ എടുത്തോളണം, പരമാത്മസത്തയിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ലാത്തതും എന്നർത്ഥം. അഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. സത്തിന്റെ ചൈതന്യമില്ലാതെ ഈ ജഡമായ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ജഗത്തിന് അസത്തിന് അഭാവം എന്ന് ഗുരു എടുത്തെടുത്ത് നമ്മളോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ജഗത്തിന്റെ ഇല്ലായ്മയും എന്ന് പറഞ്ഞാൽ പരമാത്മസത്തയിൽ നിന്ന് വേറിട്ട് ഉണ്മയില്ലാത്തതിനാലാണ് ഇതിനെ അസത്തെന്ന് പറയും. ച ഇതി എന്നിങ്ങനെ അറിയപ്പെടേണ്ടതാണ്. എന്നിങ്ങനെ ച ഇതി എന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ, രണ്ടിനെയും ചേർത്ത് പറയുമ്പോൾ ഒരു കണക്റ്റീവ് വേർഡാണ് ച, ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ. എന്നിങ്ങനെ അറിയപ്പെടേണ്ടതാണ്. അപ്പോ സശബ്ദ ആദയ അസദഭാവ ച ഇതി. സതുശബ്ദ ആദികൾക്ക് സത്തും അതിനെ സൂചിപ്പിക്കുന്ന സമാന പദങ്ങൾ, സത്താദ്യോതകമായ സമാന പദങ്ങൾക്കും ഭാവവും അസത്തിന്, അതായത് ജഗത്തിന് അഭാവവും ആണ് എന്നിങ്ങനെ അറിയപ്പെടേണ്ടതാണ്. ഇതാണ് കുറച്ച് വാക്കുകൾ ഒരുക്കി വെച്ചിട്ട് ഒരു സൂത്രത്തിൽ ഉള്ളടക്കി വെച്ചേക്കുകയാണ്. അതിന് നമ്മൾ വിശദീകരിക്കണം.
ഗുരുവിന്റെ കൃതികളിലൂടെ. ഇനി ആ സൂത്രത്തിന്റെ അർത്ഥം എന്ന് വെറുതെ ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതി വെച്ചോളൂ. സൂത്രാർത്ഥം: സത്തും സമാന പദങ്ങളാൽ സൂചിപ്പിക്കുന്നത് ഭാവവും അല്ലെങ്കിൽ ഉണ്മയും, സത്തും സമാന പദങ്ങളാൽ സൂചിപ്പിക്കുന്നത് ഉണ്മയും, അസത്ത് അഭാവവുമാണെന്ന് അറിയണം. ഉണ്മ എന്ന് എഴുതിയിട്ടുണ്ടെ ഇന്മ എന്ന് എഴുതിക്കോ. ഇന്മ ഇല്ലായ്മ. സത്തും സമാന പദങ്ങളാൽ സൂചിപ്പിക്കുന്നത് ഭാവവും അസത്ത് അഭാവവുമാണെന്ന് അറിയണം. അസത്തിന് അഭാവവും സത്തിന് ഭാവവുമാണെന്ന് അറിയണം. സത്തും സമാന പദങ്ങളാൽ സൂചിപ്പിക്കുന്നത് ഭാവവും അസത്തിന് അഭാവവുമാണെന്ന് അറിയണം. സത്തിന് ഭാവവും അസത്തിന് അഭാവവും എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ സൂത്രവും അതിന്റെ പദപിരിവും അതിന്റെ പദാർത്ഥവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ സൂത്രത്തില് 6ാം സൂത്രത്തിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭൂയോ അസദഹ സദസദിതി അല്ലെ? ഭൂയോ അസദഹ സദസദിതി. ഒരൊറ്റ അക്ഷരം പോലും സൂത്രം നമ്മൾ ജപിക്കുമ്പോൾ മാറിപ്പോകരുത്. നമുക്കറിയാം 2 വാക്കുകൾ കൊണ്ട് ഗുരു ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു വാക്ക് നമ്മൾ കൂട്ടാനും പാടില്ല, ഒരു അക്ഷരം നമ്മൾ കൂട്ടാനും പാടില്ല, ഒരക്ഷരം നമ്മൾ കുറയ്ക്കാനും പാടില്ല, എടുക്കാനും പാടില്ല, വെക്കാനും പാടില്ല നമ്മൾ. കാരണം അത് അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അത് ഓരോ സൂത്രവും വ്യാഖ്യാനിച്ച് അതിന്റെ വിശദമായി ഓരോ വാക്കും പറയുന്നത്, വ്യാകരണ നിയമം അനുസരിച്ച് തന്നെ പറയുന്നത്. അപ്പോൾ മുൻ സൂത്രത്തിൽ പറഞ്ഞത് ഭൂയോ അസദഹ സദ് അസദിതി. വീണ്ടും വീണ്ടും ആ കേവല സത്തയിൽ നിന്ന് സത്ത് അസത്ത് എന്നിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത് എന്ന് 2 ക്ലാസ്സിലൂടെയാണ് നമ്മൾ എടുത്തത്. വീണ്ടും വീണ്ടും കേവല സത്തയിൽ നിന്നും സത്ത് അസത്ത് എന്നിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് പ്രതീതികളെല്ലാം സത്തിന്റെ അഭാവം തന്നെയാണ്, അസത്ത് തന്നെയാണ്. എന്തൊക്കെ ഇവിടെ പ്രതീതിയുണ്ടോ അതെല്ലാം അഭാവം തന്നെയാണ്. നമ്മള് ഈ സത്യത്തെ സാക്ഷാത്കരിക്കാത്തത്തോളം ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായി നിലനിന്നും മറിഞ്ഞുകൊണ്ടേയിരിക്കും. ജന്മവും സ്ഥിതിയും ലയവും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പരമസത്യത്തെ സാക്ഷാത്കരിക്കാത്തിടത്തോളം ജന്മവും സ്ഥിതിയും ലയവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഗുരുവയുടെ ഭൂയഹ എന്ന പദം പ്രയോഗിച്ചത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞതാണ്. സൂത്രം 7 സച്ചപ്താദയോ അസദഭാവശ്ചേരി എന്ന 7ാം സൂത്രത്തിൽ സത്തും സമാന പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്ന സത്താദ്യോതകമായ സകല പദങ്ങളും എന്താ സൂചിപ്പിക്കുന്നത്? സച്ചിദാനന്ദ സ്വരൂപമായ പരമസത്യം മാത്രമാണ് സത്യമെന്ന ഉണ്മയെ സൂചിപ്പിക്കുന്നതായി അറിയണം. സത്തും സത്താദ്യോതകമായി സൂചിപ്പിച്ചിരിക്കുന്ന ആ സത്താദ്യോതക പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപമായ പരമസത്യം മാത്രമാണ് സത്യം എന്നുള്ളതാണ്. അതാണ്, അതിന് മാത്രമാണ് ഉണ്മയുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും പലതില്ല, സത്യം ഒന്നേ ഉള്ളൂ, പലതില്ല. നേഹ നാനാസ്തി കിഞ്ചന, ഉപനിഷത്ത് ഉറപ്പിച്ച് പറയാണ്, ഇഹ നാനാ നാസ്തി. ഇവിടെ ഒരിക്കലും പലതില്ല, ഒന്നേ ഉള്ളൂ, ഏകവും അദ്വിതീയവുമായ സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യത്തിലാണ് ഈ സത്താസദ് ഭാവങ്ങളൊക്കെ മാറി മാറി വന്നുകൊണ്ട് ഈ പ്രപഞ്ചം സ്ഫുരിക്കുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അഭാവരൂപത്തിലുള്ള ജഗത്തിന്റെ പ്രതീതിയും ഈ സത്തിൽ തന്നെ ഉണ്ടാകുന്നത്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇന്ദിര ടീച്ചർ ക്ലാസ്സിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ ടീച്ചറിന്റെ ആ അഭാവത്തെ പറഞ്ഞത് എൻ്റെ ബോധത്തിലാണ്. ഒരു ബോധത്തിന് മാത്രമേ ഉണ്മയും ഇല്ലായ്മയും അറിയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലായ്മയും പ്രതീതമാകുന്നത് ബോധത്തിലാണ്. അപ്പോൾ അഭാവരൂപത്തിലുള്ള ജഗത്തിന്റെ പ്രതീതിയും കേവലസത്തയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മളൊരു വസ്ത്രത്തെ കാണുമ്പോൾ ഇവിടെ വസ്ത്രമുണ്ട്, അവിടെ മരമില്ല, പൂച്ചയില്ല, അവിടെ ആ വസ്ത്രത്തിൽ മറ്റു വസ്തുക്കളുടെ ഇല്ലായ്മയും വേണമെങ്കിൽ നമുക്ക് പറയാം.
ആ ഇല്ലായ്മ പറയണമെങ്കിലും ഒരു ബോധം വേണമെന്ന് അർത്ഥം. ബോധത്തിന് മാത്രമേ ഈ ഇല്ലായ്മയും ബോധത്തിൽ മാത്രമേ പ്രതീതമാവുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ അഭാവവും ജഗത്തിന്റെ അഭാവവും ഈ സത്തിൽ തന്നെയാണ് പ്രതീതമാകുന്നത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ സത്തിന് ഉണ്മയും അസത്തിന് അഭാവവും മനസ്സിലാക്കണം എന്നർത്ഥം. ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, അത്രയും നമ്മൾ അറിയേണ്ടത്. അജ്ഞാന ദശയിലെ നമുക്ക് സത്യത്തിലേക്ക് നമ്മൾ ഉയരാത്തത് കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് പ്രതീതമായിക്കൊണ്ട് ഇരിക്കുകയാണ്. അതൊരു മിഥ്യാത്മക പ്രതീതിയാണെന്ന് ഗ്രഹിക്കേണ്ടതാണ്. നമുക്ക് അങ്ങനെയൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുകയും ഇവിടെ ജീവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സത്യത്തെ മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മള് ഇവിടെ ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും അജ്ഞാനദശയിൽ പ്രതീതമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടായി മറയുന്ന മിഥ്യാത്മക പ്രതീതിയാണെന്ന് ഗ്രഹിക്കണം. ഇതാണ് ഇതിന്റെ അർത്ഥം. നമ്മള് ഇപ്പോ ഇന്ന് നമ്മളുടെ മലയാളത്തിലെ മഹാനടൻ ശ്രീനിവാസൻ നമ്മളോട് യാത്ര പറഞ്ഞു. നമുക്ക് ഒരിക്കലും ഈ കണ്ണിൽ നിന്നും മറഞ്ഞു പോകാത്ത ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങളെ നമുക്ക് തന്ന ആ മഹാനുഭാവൻ ഇന്നിപ്പോ ഇല്ല, അല്ലെ? ആ ജീവിതം, കർമ്മബഹുലമായ ആ ജീവിതത്തിൽ എന്തെല്ലാം ബഹളമയമായ ഒരു ജീവിതമായിരുന്നു, അല്ലെ? പക്ഷെ അത് പെട്ടെന്ന് കണ്ണിൽ നിന്നും മറഞ്ഞു പോയ പോലെ. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളും. നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടെന്നും സത്യമാണെന്നും ഒക്കെ ചേർത്ത് പിടിച്ച് കലഹിച്ച്, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ ആസക്തി വെച്ച്, അതിനുവേണ്ടി എന്തിനൊക്കെയോ വേണ്ടി ഈ ലോകത്ത് നമ്മൾ ഓടുന്നു. അവസാനം ഒന്നുമില്ല എന്നുള്ളൊരു പ്രതീതിയിൽ നമ്മളങ്ങ് കടന്നു പോവുകയും ചെയ്യുന്നു. എന്നാലും നമ്മളിതൊന്നും ഉള്ളിലേക്ക് മനസ്സിലാക്കുകയില്ല. ഇപ്പൊ നമ്മളെ ഈ ഒരു പ്രഭാഷണത്തിലാണെങ്കിലും വിളിക്കുമ്പോൾ പറയണത് എന്താന്ന് വെച്ചാല്, ഗുരുവിന്റെ ദർശനം കേൾക്കണം പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പറയണ എന്താന്ന് വെച്ചാൽ ആളുകളെ ഒന്ന് പിടിച്ചിരുത്തണം എന്ന് പറയാം. എങ്ങടൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഇതൊന്ന് ഇരുത്തിയിട്ട് വേണ്ടേ ഒന്ന് കേൾപ്പിക്കാൻ, ഒന്ന് ഇരുന്ന് കിട്ടണ്ടേ? എന്തോ സുഹൃതം ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഈ 10-60 പേരോളം ഇതിനകത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സാധാരണ കുടുംബ സംഗമത്തിൽ പോലും ഇരുന്നു കൊണ്ട് ഈ ഗുരു പറഞ്ഞത് എന്താണെന്നൊന്ന് കേൾക്കാനുള്ള ക്ഷമയോ അല്ലെങ്കിൽ അറിവോ സാധാരണ ഒരു മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത് കാണുമ്പോൾ എന്തിനാ പറയാൻ പോകുന്നതെന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മുജ്ജന്മ സുഹൃതമോ പുണ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കേൾക്കാനായിട്ട് ഇരുന്ന് തരാനോ ഇനി കേട്ടത് നമ്മുടെ ഉള്ളിലേക്ക് അറിവായി തെളിയാനോ ഒക്കെ പറ്റുള്ളൂ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ടഫായിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് ഇതിനകത്തുനിന്ന് വല്ല നെറ്റ് വന്നിട്ട് ലെഫ്റ്റായി പോകുന്നവരുള്ള, അല്ലാതെ ആരും പോകുന്നില്ല, അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യം, ഞാനും നിങ്ങളും ഒക്കെ, ഞാൻ പഠിപ്പിക്കുന്ന ആളും നിങ്ങൾ കേൾക്കുന്ന ആളും അല്ല. നമ്മൾ ഒരുമിച്ചിരുന്ന് മഹാഗുരു പറഞ്ഞു തന്നതിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഏഴകളാണ് നമ്മൾ. അപ്പൊ അത് നമ്മളിലേക്ക് തെളിയിച്ചു തരണേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് എടുക്കുന്നത്. ഭഗവാന്റെ സ്വരൂപത്തിൽ ആ പാതാര ബിന്ദങ്ങളില് സമർപ്പിച്ചുകൊണ്ടാണ്, ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വാക്കും നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിൽ കരുണ ചൊരിയാതിരിക്കില്ല, ഇത് തെളിയിക്കാതിരിക്കില്ല. മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് ആഴത്തിൽ നമ്മൾ ആഗ്രഹിക്കുക, ഗുരുവിനോട് തന്നെ പ്രാർത്ഥിക്കുക. അപ്പോൾ മനുഷ്യന്റെ ഒരു ദോഷം എന്താണെന്നറിയോ? സത്യമായതിനെ കാണാതിരിക്കുകയും അസത്യമായതിനെ സത്യമെന്ന് ഭ്രമിക്കുകയും അതിനെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യന്റെ ആ ഒരു ജീവിതം. അവരെപ്പോഴും സത്യത്തിനെ കാണാൻ, അതിലേക്കൊന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാവുന്നില്ല. എന്നിട്ട് ഈ അസത്യമായതിനെ ചേർത്ത് പിടിച്ച് താലോലിച്ച് അതിനെ ചൊല്ലി ദുഃഖിച്ച് അവസാനം ഗുരു പറഞ്ഞ പോലെ ഗുണം കെട്ട് ദുഃഖിച്ചു പോകാൻ അയക്കല്ല. അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും നമ്മളിതൊക്കെ ചൊല്ലും, അതര വ്യായാമം പോലെ ചൊല്ലും.
ഭഗവാൻ എന്താണ് പറഞ്ഞേക്കണമെന്നൊന്ന് പ്രാർത്ഥന നിർത്തി ഈ പ്രാർത്ഥിച്ച എന്താണെന്ന് ഉള്ളിലേക്കൊന്ന് വിചാരം ചെയ്യാൻ നമുക്ക് സമയമില്ല. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സർജുനൊന്ന് വിളിക്കണേ. സർജു കുറേ നേരമായി വിളിച്ചോണ്ടിരിക്കണേ മറ്റേ ഫോണിൽ. ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഗുരു നമ്മളോട് പറഞ്ഞു തരും നാരായണം 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 എന്ന് പറഞ്ഞ എന്തിനാ? നമ്മൾ ദുഃഖിക്കാതിരിക്കാനാ. ഗുരുവിനറിയാം. ഗുരു പറയും ഒരു മരണം വന്നാൽ എന്തൊരു കരച്ചിലാണ്. നമ്മൾ ആരെങ്കിലും കൂടെയാണോ, ഈ പോയവരുടെ കൂടെയാണോ നമ്മൾ വന്നത്? അല്ല. പോകുമ്പോൾ നമ്മൾ അവരുടെ കൂടെയാണോ പോകാൻ പോകുന്നത്? അല്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കിട്ടിയ കൂട്ടിനെ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്നും നമ്മൾ സങ്കല്പിക്കുന്നതേ തെറ്റ്. കാരണം ഓരോരുത്തരും പ്രാരബ്ധത്തിന്റെ ഫലമായിട്ടാണ്, കർമാനുസാരിയായിട്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്. അത് നമ്മൾ നമ്മുടേതാക്കി ചേർത്ത് പിടിച്ച് നമ്മൾ ദുഃഖിക്കുമ്പോൾ നമ്മൾക്ക് സത്യം അറിയാത്തത് കൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യം. ഒരു വസ്ത്രം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വസ്ത്രത്തിലെ നൂലിനെയോ ആ നൂലായി വന്ന പഞ്ഞിയെയോ ആ പഞ്ഞി തന്ന മരത്തിനെയോ ആ മരം വളർന്ന പഞ്ചഭൂതാത്മകമായ പ്രകൃതിയെയോ ഈ പഞ്ചഭൂത മൂല തന്മാത്രകൾക്ക് കാരണമായ ജഗദീശ്വര ശക്തിയെയോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. വസ്ത്രത്തിന്റെ നിറം, ആഹാ എന്തൊരു ഭംഗി അല്ലേ, അതിൽ ആസ്വദിച്ച് നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അനുനിമിഷം ചലിച്ച് പരിണമിച്ച് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെ കൂടുതൽ മിനിക്ക് നമ്മൾ ആനന്ദിക്കുകയാണ്, ഇത് സത്യമാണെന്ന് കരുതിയിട്ട്. പക്ഷെ ഈ ജഡാത്മകതയെ താലോലിക്കുന്നതിനപ്പുറം ഈ ജഡത്തെ നിലനിർത്തുന്ന സത്യം എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ കുറച്ച് സമയമൊക്കെ ജീവിതത്തിൽ മാറ്റിവെക്കണം. അതാണ് ഗുരു നമ്മളോട് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രതീതികൾക്കും ആധാരമായി, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പ്രതീതികൾക്കും ആധാരമായി നിരുപാധികമായ ഒരു സത്യമുണ്ടെന്ന് അറിയുകയും, ഒരു ഉപാധിയുമില്ലാത്തൊരു സത്യം ഈ പ്രപഞ്ച പ്രതീതികൾക്ക് ആധാരമായി ഉണ്ടെന്ന് അറിയുകയും, ആ ആധാരസത്ത തന്നെയാണ് ഈ ലോകമായി വന്നിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടനുഭവിച്ചവരാണ് സത്യദർശികൾ. അതുകൊണ്ടാണ് അവർ പ്രാപഞ്ചികതയെ താലോലിക്കാത്തത്. ഈ പ്രതീതി ആരെങ്കിലും താലോലിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കും അവരറിഞ്ഞ സത്യത്തെ കരുണയോടെ പറഞ്ഞു തരികയാണ്. പക്ഷെ നമുക്കതൊന്നും വേണ്ട. നമ്മൾ ഇപ്പോഴും ഈ പ്രതീതിയിൽ തന്നെ കിടന്ന് ഉഴലുകയാണ്. ഇതിൽ കിടന്ന് കേണുവാണു നാൾ കഴിഞ്ഞിടുന്നെനിക്കിതിൽ പരം നിനക്കിലെന്തു വന്നിടുന്നു സങ്കടം. ഗുരു നമ്മളെ ഓർത്താ പറഞ്ഞ്, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവാ കനിഞ്ഞ് മുൻ മതിക്കുടം കവിഞ്ഞു പായുമാറു ചൂടിയാടു നീ. ഉണ്ടോ? ആ മതിക്കുടം കവിഞ്ഞ ആ ആനന്ദം ഒന്ന് നിറഞ്ഞൊഴുകട്ടെ, നിന്നിലെ ആനന്ദം എന്നിലേക്കൊന്ന് വർഷിക്കൂ. അല്ല, എനിക്ക് ഇതിൽ കിടന്ന് കേണുവാണ്, ഇനിയും എന്നെ ജന്മാന്തരങ്ങള് എന്നെ പാഴാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ് നമ്മളിവിടെ ഇരുന്ന്. ഇവിടെ പറയാണ് സത്ശബ്ദാദയ, ഉണ്മയും അതിനെ സൂചിപ്പിക്കുന്ന പദങ്ങളും എന്നർത്ഥം. ഉണ്മയും അതിനെ സൂചിപ്പിക്കുന്ന പദങ്ങളും. ഗുരുദേവ കൃതികളാകവേ പരിശോധിക്കുമ്പോൾ സത്തിനെയും അസത്തിനെയും സൂചിപ്പിക്കുന്ന നിരവധി പദങ്ങൾ നമുക്ക് കാണാം. അത് ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക്, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിചാരം ചെയ്യാം ഇപ്പോൾ. അപ്പോൾ ഉണ്മയും അതിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക് ഭാവരൂപവും അസത്തിന് ജഗത്തിന് അഭാവരൂപവുമാണെന്ന് അറിയണമെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നപ്പോൾ, അതുകൊണ്ടാണ് ഗുരു സത്തിനെ സത്താദ്യോതകമായ നിരവധി പദങ്ങൾ ഗുരുദേവ കൃതികൾ ഗുരു ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ അതിന് സമാനമായ പല വാക്കുകളും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ നമ്മളൊന്ന് പറയുമ്പോൾ പോലും സ്ഥിതി ചെയ്യുന്നു, കാണപ്പെടുന്നു, അറിയപ്പെടുന്നു, അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം സത്തിനെ സൂചിപ്പിക്കുന്ന പദം തന്നെയാണ്. കാണുക എന്ന് പറയുമ്പോൾ ഒരു അറിവാണ്, സ്ഥിതി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഉണ്മയാണ്, അറിയുക ഒരു ഉണ്മയാണ്. ഉണ്മയ്ക്ക് മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ, അനുഭവിക്കുക എന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്മയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ചൈതന്യം ഭാവമാണ്, ഉണ്മയാണ്. ഇങ്ങനെ
ഉണ്ട് എന്ന പദങ്ങളാൽ അറിയപ്പെടുന്ന ജഗത്താണ് സദ്രൂപമായ ജഗത്ത്. ഉണ്ട് ഉണ്ട് എന്ന പദങ്ങളാൽ അറിയപ്പെടുന്ന ആ ജഗത്താണ് സദ്രൂപമായ ജഗത്ത്. ഒരു പേപ്പർ എടുത്തിട്ട് സത്ത് എന്ന് ഒരു കോളത്തിൽ എഴുതുക, അസത്ത് എന്ന് അടുത്ത കോളത്തിലും എഴുതുക. നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. ഇപ്പോൾ ഇരുന്ന് ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റും. കൃതികൾ ആകെ പഠിച്ചിട്ട് ഈ പദങ്ങളൊക്കെ ഏതൊക്കെ കൃതിയിലാണ് ഉള്ളതെന്നും കൂടി ഒരു റിസർച്ചും കൂടി നടത്തണം കേട്ടോ. അതായത് സത്തെന്ന് ഒരു കോളം വരയ്ക്കുക, ഒരു പേപ്പറിൽ നടുക്കൊരു വര വരയ്ക്കുക, എന്നിട്ട് 2 കള്ളിയാക്കുക, അതിൽ സത്തെന്ന് എഴുതുക, അസത്തെന്ന് എഴുതുക. നമുക്ക് അതാണല്ലോ ഈ സൂത്രത്തിൽ പഠിക്കാനുള്ളത്. എന്നിട്ട് സത്തിന്റെ നേരെ ഉണ്മ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഉണ്ട്. അസത്തിന്റെ നേരെ ഇല്ല അഥവാ ഇന്മ എന്ന് എഴുതുക. ഉണ്ട് ഇല്ല അല്ലെ, ഉണ്മ ഇന്മ. ഇനി സത്തിന്റെ നേരെ ആദ്യം പറയണേക്ക് സത്തിന്റെ നേരെ എഴുതുക, രണ്ടാമത് പറയണേക്ക് അസത്തിന്റെ താഴെയും എഴുതുക കേട്ടോ. 2 കോളം സത്ത് അസത്ത്, ഉണ്മ ഇന്മ, ഉണ്ട് ഇല്ല. അടുത്ത പദം ദൃക്ക്. അതെന്തിന്റെ കോളത്തിലാണ് എഴുതേണ്ട ദൃക്ക് എന്നുള്ളത്? സത്തിന്റെ. അതിന്റെ ദൃശ്യം, അതിന്റെ അസത്താണ് ദൃശ്യം. അടുത്ത കോളത്തെ ദൃശ്യം. ഇനി ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് കയറി പറഞ്ഞോളൂ ദൃശ്യം. ഇനി അസ്ഥി എന്ന് പറഞ്ഞാലോ? നാസ്തി. അവിടെ അതിന്റെ നേരെ എഴുതിക്കോ, അസ്ഥി നാസ്തി. ഭാവം അഭാവം, ഭാവം അഭാവം. ധർമ്മി ധർമ്മം, ധർമ്മി ധർമ്മം, ധർമ്മി ധർമ്മമാണ് കേട്ടോ. അടുത്തത് ഓഡിയോ. എല്ലാവരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. ഹിത ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. അഡ്മിൻ അതൊന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, ഹിതയുടെ ഓഡിയോ. ഓക്കെ. വിഷയി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പഠിക്കാൻ പോണതാ വിഷയം. വിഷയി സത്താണ്, വിഷയം അസത്താണ്. അടുത്തത് ജ്ഞാനം. അതതിന്റെ വിപരീതം വരും അജ്ഞാനം അല്ലെ? നോക്കൂ, ഈ പറയുന്നത് മാത്രമേ എഴുതൂ, അല്ലെങ്കിൽ എല്ലാവരുടെ കൂടി ഓഡിയോ തുറന്നാലും നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ജ്ഞാനത്തിന് ജ്ഞേയമാണ്. ജ്ഞേയം. ജ്ഞാനം സത്തും അറിയപ്പെടുന്ന വസ്തുക്കള് അസത്തുമാണ്. ജ്ഞേയം. നമ്മൾ അടുത്ത സൂത്രത്തിൽ അതൊക്കെ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ജ്ഞാനജ്ഞേയ വിഭാഗേ, അതൊക്കെ. അടുത്തത് പുരുഷൻ പ്രകൃതി. പുരുഷൻ പ്രകൃതി. സത്യം മിഥ്യ, അസത്യം അല്ലെ, മായ. ആത്മാവ് ശരീരം അല്ലെ, അനാത്മാവ് എന്ന് പറയാം. ഓക്കെ, ഓഡിയോ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, നല്ല കുട്ടികളല്ലേ. ആത്മാവ് അനാത്മാവ് അല്ലെങ്കിൽ ശരീരം എന്ന് പറയാം നമുക്ക്. അത് ശരീരം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരം മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്. വൃക്ഷ ശരീരമുണ്ട്, പക്ഷി ശരീരമുണ്ട്, പാമ്പിന്റെ ശരീരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആത്മാവ് അതിന്റെ അസത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ശരീരം അല്ലെങ്കിൽ അനാത്മാവ്. അക്ഷരം എന്ന് പറഞ്ഞ സത്താണ്, അതിന്റെ അസത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ് ക്ഷരം. പര അപര. സമ അന്യ. വിദ്യ അവിദ്യ അല്ലെ. അപ്പൊ ഇങ്ങനെ ഗുരുദേവ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിരവധി സത്തിനെയും അസത്തിനെയും സൂചിപ്പിക്കുന്ന പദങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ഇതാരാ ഒന്ന് പറയാ? ജയശ്രീ ഉണ്ടോ? ജയശ്രീ ലൈവായിട്ട് ഉണ്ടോ?
ക്ഷരം ക്ഷരം. ക്ഷരം. ഓക്കെ. ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞേ. ഋക്ക് ആ ദൃശ്യം, ആ അസ്തി നാസ്തി, ആ ഭാവം അഭാവം, ധർമ്മി ധർമ്മം, വിഷയി വിഷയം, ജ്ഞാനം ജ്ഞേയം, പുരുഷൻ പ്രകൃതി, സത്യം അസത്യം, ആത്മാവ് അനാത്മാവ് അഥവാ ശരീരം, അക്ഷരം ക്ഷരം, പര അപര, വിദ്യ അവിദ്യ, സമ അന്യ. ഓക്കെ. അപ്പൊ ഇതൊക്കെ അവിടെ അസ്ഥി നാസ്തി. ഓക്കെ. ഇതെല്ലാം നമ്മളൊരു ടേബിൾ ആയിട്ട് വരച്ചിട്ട് ഇത് നമ്മൾ ബൈഹേർട്ട് ചെയ്യണം. ഗുരു സത്തിനെയും അസത്തിനെയും കുറിക്കാൻ നമുക്ക് പറഞ്ഞ് ഇതേവ കൃതികളിലൂടെ ഇനിയുണ്ട് ഇഷ്ടംപോലെ വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പദങ്ങൾ ഏകദേശം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞതാണ് ഇതൊക്കെ. നിങ്ങൾക്ക് കൂടുതൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടെത്തിയിട്ട് വരിക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അസത്ത് രൂപമായ ജഗത്ത്, അസത് രൂപമായ ജഗത്ത് നാമരൂപാത്മകമാണ്, അഭാവാത്മകമാണ്. ജഗത്ത് നാമരൂപാത്മകവും അഭാവാത്മകവുമാണ്. സദ്രൂപമായ ജഗത്ത് നാമരൂപരഹിതവും ഭാവരൂപവുമാണ്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയേ. അസദ്രൂപമായ ജഗത്ത് നാമരൂപാത്മകവും അഭാവരൂപവുമാണ്. ഇനി സദ്രൂപമായ ആ സത്ത് എന്താണ്? സത്ത് നാമരൂപരഹിതവും ഭാവരൂപവുമാണ്. ഈ വാക്കുകൾ നല്ല നല്ല കുറച്ച് പദങ്ങൾ വാക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ അസദഭാവശ്ചേതി നമ്മൾ പറഞ്ഞു, അസദഭാവശ്ചേതി അതായത് ഉണ്മ എപ്പോഴും എന്താ പറയാ സത്ത് തന്നെയാണ്. ആ ഉണ്മയ്ക്ക് എപ്പോഴും സദ്ഭാവം തന്നെയാണുള്ളത്. അസത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മിഥ്യയായത്, പ്രതീതിയാണ്, ഭ്രമാത്മകമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അസത്തിനെയാണ്. പ്രപഞ്ചത്തെ പറയുമ്പോൾ പ്രതീതി, ഭ്രമാത്മകം, ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്നത് അസദ്വാജി ശബ്ദമാണ്. ചുരുക്കത്തിൽ പ്രപഞ്ചാനുഭവത്തെ മുഴുവനും ഒരേ ബ്രഹ്മസത്തയിൽ സ്ഫുരിക്കുന്ന ഭാവാഭാവരൂപമായ അനുഭവമായി കാണേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിച്ചു വെക്കണത്. ഈ പ്രപഞ്ചാനുഭവം ഇത് പഠിച്ചാൽ പോരാ, നമ്മളിലേക്ക് മന്നം ചെയ്ത് ഉറപ്പിക്കണം. ഈ പ്രപഞ്ചാനുഭവത്തെ മുഴുവനും എന്തെല്ലാം അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമുക്കുണ്ടോ അതെല്ലാം ഒരേ ബ്രഹ്മസത്തയിൽ തന്നെ സ്ഫുരിക്കുന്ന അഭാവരൂപമായ അനുഭവമാണ് എന്ന് ദാർശനികമായി നമ്മൾ മനസ്സിലാക്കണം. ഗുരുവിന്റെ അറിവിലിരുന്ന് അസദസ്തി എന്ന അസംഖ്യം പുരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥമാണ് ഇപ്പൊ പറഞ്ഞത്. ഒരേ അറിവിൽ നിന്ന് തന്നെയാണ് സത്ത് അസത്തായിട്ടുള്ള നിരവധി ഈ എന്താ പറയാ ഭാവവും അഭാവാത്മകതയും ഇവിടെ വന്നിട്ടുള്ളത്. ഒരേ ഒരു ഭാവസത്തയിൽ തന്നെയാണ്. അപ്പോൾ ബ്രഹ്മശക്തിയിൽ കുടികൊള്ളുന്ന മായാശക്തിയാണ് സത്ത് അസത്ത് എന്നീ പ്രതീതികളെ അടങ്ങുന്ന പ്രാപഞ്ചിക സത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ബ്രഹ്മം നേരിട്ടല്ല, ബ്രഹ്മത്തിന്റെ ശക്തിയായ മായ സ്പന്ദിച്ചാണ് ഈ അഭാവ രൂപത്തിലുള്ള പ്രപഞ്ച സത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിചാരം ചെയ്യേണ്ടതുണ്ട്. ബ്രഹ്മത്തിന്റെ ശക്തിയാണ് മായ. ആ മായയാണ് ഈ സത്ത് അസത്ത് എന്നീ പ്രതീതിപരമായ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നമ്മളെ സത്യമായി കാണിച്ച് ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയണം. അതിനെ വെറുതെ ഒരു ഹെഡിങ് കൊടുക്കുക, ഋഗ്വേദ സൂക്തം 129. ഈ ഋഗ്വേദ സൂക്തമൊക്കെ പഠിക്കണം കേട്ടോ. പഠിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ദർശനമാലയൊക്കെ ഗുരു രചിക്കുമ്പോൾ, ഗുരു പ്രഭാത സവാരിക്ക് പോകുമ്പോൾ, മാമ്പലം വിദ്യാനന്ദ സ്വാമിയാണ് അത് കുറിച്ചെടുത്തത് അല്ലേ? അപ്പോ പ്രഭാത സവാരിക്ക് പോകുമ്പോൾ വെള്ളവും ജലപാത്രവും ഒക്കെ ആയിട്ട് പുറകെ വിദ്യാനന്ദ സ്വാമികൾ ഉണ്ടാവും. അപ്പോ ഗുരു നടക്കുന്നതിൻ്റെ ഇടയിൽ
ശ്ലോകം പറയുമ്പോൾ എഴുതാൻ പാടില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചത് രണ്ടാമത് ചോദിക്കാനും പാടില്ല. അങ്ങനെയാണ് നിയമം. കാരണം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഊറി വരുന്ന അമൃത് അപ്പൊ തന്നെ എടുക്കാൻ പ്രാപ്തിയുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. മണ്ണായിരുന്നില്ല, കളിമണ്ണൊന്നും ആയിരുന്നില്ല കൂടെ നടന്നത്, അല്ലേ? ആ എന്താണോ ഗുരുമുഖത്ത് നിന്ന് വരുന്നത് അത് അങ്ങനെ തന്നെ പ്രതിഫലിപ്പിച്ച് തിരിച്ചു തരാൻ തക്ക ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരോടാണ് ഗുരു ഇത് ഉപദേശിച്ചത്. അപ്പോൾ നടക്കുമ്പോൾ ഗുരുവിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ദർശനമാലയിലെ വരികള് ഗുരു ഒന്ന് വിശ്രമിക്കാൻ നടത്തിന്റെ ഇടയിൽ ഒന്ന് ഇരിക്കുമ്പോൾ അപ്പൊ തന്നെ നോട്ട് ബുക്കിലേക്ക് കുറിച്ചെടുക്കും. ഒരു പദം പോലും തിരിച്ചു ചോദിക്കില്ല. അത്രയും ഗുരു ശിഷ്യ പാരസ്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന പോലെ ഇരുന്ന് നോട്ട് എഴുതി പഠിക്കുകയല്ല, എടുത്തത് ഹൃദയത്തിലേക്കാ. പറയുന്നത് പരമാത്മ സ്വരൂപനായ പരമ്പൊരുളാ പറയണത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ ദർശനമാലയിലെ അധ്യാരോപ ദർശനം തുടങ്ങുന്നത് പ്രപഞ്ച സൃഷ്ടിയെ പറഞ്ഞുകൊണ്ടാ. ഗുരു ആരാണെന്ന് അറിയണമെങ്കിൽ ഗുരുവിന്റെ കൃതിയിലൂടെ നമ്മൾ സൂക്ഷ്മമായി സഞ്ചരിക്കണം. അതും ഇതും ഒന്നും നമ്മൾ കേൾക്കരുത്. ഇവിടെ ഋഗ്വേദ സൂക്തം 129 മന്ത്രം 4 അതിൽ പറയുന്നുണ്ട്, കാമസ്തദഗ്രേ സമവർത്തദാധി. ശ്രദ്ധിച്ചോളണം, അത് ടീച്ചർ എഴുതിയിട്ട് തരും നിങ്ങൾക്ക്. ടീച്ചറിന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. കാമസ്തദഗ്രേ സമവർത്തദാധി. ഇപ്പൊ എഴുതാൻ ശ്രമിക്കണ്ട, കേട്ടിരുന്നാ മതി. കാമസ്തദഗ്രേ സമവർത്തദാധി മനസോരേതഃ പ്രഥമം യഥാസീത്. സൂക്തവും നമ്പറും മാത്രം എഴുതി അവിടെ വെക്കുക കേട്ടോ. സദോ ബന്ധു മസതി നിരവിന്ദത് ഹൃദി പ്രതീക്ഷ്യ കവയോ മനീഷ. ഇത് ഋഗ്വേദ സൂക്താണ് കേട്ടോ. ഹൃദയുഗത്തില് ആദ്യത്തെ യുഗത്തിൽ ഉണ്ടായ വേദം, ആദ്യത്തെ വേദം. കണ്ണു നിറഞ്ഞു പോകും പറയുമ്പോ. എങ്ങനെയാണ് ഭഗവാനിൽ നിന്ന് ഈ മന്ത്രം ദർശനമാലയിലെ ആദ്യത്തെ ശ്ലോകമായി ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മള് ഗുരു ആരാണെന്ന് നമ്മൾ അറിയണത്. കാമസ്തദഗ്രേ സമവർത്തദാധി മനസോരേതഃ പ്രഥമം യഥാസീത് സദോ ബന്ധുമസതി നിരവിന്ദത് ഹൃദി പ്രതീക്ഷ്യ കവയോ മനീഷ എന്നാണ് ഋഗ്വേദ സൂക്തം 129 4ാമത്തെ മന്ത്രം പറയുന്നത്. അതായത് സൃഷ്ടിക്ക് മുൻപ് കാമ ആഗ്രഹം ഉണ്ടായിരുന്നു. പരമേശ്വരന്റെ മനസ്സിൽ ഋഗ്വേദ സൂക്തത്തിൽ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നതാണ്. ഋഗ്വേദ സൂക്തത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്രീനാരായണ, ആ കാലഘട്ടത്തിലുണ്ടായ ശ്രീനാരായണ ദർശനത്തെ പ്രചരിപ്പിക്കുന്ന ഗുരുക്കന്മാരോ അല്ലെങ്കിൽ അത് വായിച്ചിട്ടുള്ള ആളുകളോ ഒന്നും അല്ല എഴുതി വെച്ചതല്ല ഇത്. ആലോചിച്ച് നോക്കണം. ഇവിടെ പറയുന്നത് സൃഷ്ടിക്ക് മുമ്പ് പരമേശ്വരന്റെ മനസ്സിൽ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം ഉദിച്ചു. ഗുരു എവിടെയെങ്കിലും വേദം നോക്കിയിരുന്നിട്ട് വേദം വായിച്ച് പഠിച്ചു, ഉപനിഷത്ത് വായിച്ച് പഠിക്കണ കണ്ടിട്ടുണ്ടോ? ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾ ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഗുരു പറഞ്ഞു കൊടുക്കാറുണ്ട്. എവിടുന്ന് പഠിച്ചു? ഇത് പഠിച്ചിട്ട് പറയുന്നതല്ലെന്ന് നമ്മൾ ആദ്യം അറിയുക. കാരണം ഉപനിഷത്ത് ഋഷിമാരുടെ മനോമുകുരത്തിൽ നിന്ന്, അവരുടെ ആ മനസ്സിന്റെ അപ്പുറത്തെ തലത്തിൽ നിന്ന് മനസ്സിനെ അടക്കി, അതായത് വാസനകളെ അടക്കിയ മനസ്സ് ഈശ്വരൻ തന്നെയാ. അതിൽ നിന്ന്, ആ സ്വാനുഭൂതിയിൽ നിന്ന് വരുന്ന വാക്കുകൾ വേദവാണികളാകുന്നതാണ്. അതിന് നമ്മൾ എത്ര സ്വീകരിക്കുന്നു അത് നമ്മുടെ ജീവിതം സാർത്ഥകമാകും. അപ്പോ സൃഷ്ടിക്ക് മുമ്പ് പരമേശ്വരന്റെ മനസ്സിൽ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം ഉദിച്ചു എന്നാ പറഞ്ഞത്. ഈ വ്യാഖ്യാനം ഋഗ്വേദ വ്യാഖ്യാനത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോ എന്നിട്ട് എങ്ങനെയാണ് സൃഷ്ടി എന്ന് അവിടെ പറയാണ്. പ്രളയത്തിന്റെ ആരംഭത്തിൽ ശേഷിച്ചതും, പ്രളയാരംഭം എന്ന് പറഞ്ഞ നാശമാണ്. നമ്മളുടെ ഈ ജന്മത്തിന്റെ അവസാനമാണ് പ്രളയം. പ്രളയത്തിന്റെ ഒരു ഷോർട്ട് എക്സാമ്പിൾ എന്നും നമ്മൾ ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. നമ്മള് പകല് മുഴുവൻ പണിയെടുത്ത് വിഷമിച്ച് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സോ ഇന്ദ്രിയങ്ങളോ ശരീരമോ ഒന്നും
എല്ലാം പ്രവർത്തനരഹിതമാകുമ്പോൾ നമ്മളുടെ ആ ജീവൻ സ്വസ്വരൂപത്തിലേക്ക് ലയിക്കുന്നത് ഒരു പ്രളയമാണ്. എല്ലാ ദിവസവും പ്രളയത്തിന്റെ ഒരു മോക്ക് പ്രളയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലേ? ഇതൊരു വലിയ പ്രളയം. നമ്മുടെ ജീവിതം പ്രാരബ്ധം തീരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രളയം, അതാണ് പ്രളയാരംഭത്തിൽ എന്തെല്ലാം വാസനകൾ നമ്മളിൽ ഉണ്ടാകുമോ അത് ജന്മത്തിന് വിത്തായി വരുന്നു. അപ്പൊ പറയാണ്, പ്രളയാരംഭത്തിൽ ശേഷിച്ചതും ആ ശേഷിച്ചത് മായയിൽ ആ മഹസ്സിൽ മറയും എന്ന് ഗുരു പറഞ്ഞു തന്നു, അല്ലേ? ആ മഹസ്സിൽ മറയുന്ന ആ മായയിലേക്ക് ലയിച്ചതുമായ വാസനകൾ നമ്മൾ ജീവിച്ച് അവസാനം നമ്മൾ എന്ത് നേടിയിട്ടുണ്ട് നമ്മുടെ മനസ്സിലെടുത്തു നോക്കുമ്പോൾ അവിടെ കാമമുണ്ടോ, ക്രോധമുണ്ടോ, മോഹങ്ങളുണ്ടോ, മോഹഭംഗങ്ങളുണ്ടോ? ഇതൊക്കെയാണ് വാസനയായി ഉരുണ്ടുകൂടി അന്ധകരണമായി പിന്നീട് വരുന്നത്. അവിടെ ഭഗവാന്റെ നാമങ്ങൾ ഒന്നു മാത്രം, നീ മാത്രം ഭഗവാനെ കനിവെന്നിലിരുത്തി അനങ്കരസക്കനി തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കഴലേകുക നീ. കണ്ടോ? ആ കനകക്കൊടി എനിക്ക് ആശ്രയമായി പാദങ്ങളായി തരണം, നിന്റെ പാദങ്ങള്. ഈ ജന്മം കൊണ്ട നാള് മുതൽ എന്നെ ഇട്ട് കറക്കുന്ന ഈ കാമക്കനി, ആഗ്രഹങ്ങളുടെ കനി എന്നിൽ നിന്നൊന്ന് തട്ടി എറിയണം എന്നാ പറയണത്. തട്ടി എറിഞ്ഞിട്ട് അത് പിടിച്ചിരുന്ന കൈ പോലും കഴുകണം. അതിന് എനിക്ക് ഭഗവാന്റെ കനി ഒത്തിരി എൻ്റെ നേരെ ഒന്ന് ചൊരിയണം എന്നാണ് പറഞ്ഞത്. അപ്പോ ഭഗവാൻ മാത്രം നിറഞ്ഞിരിക്കണം. അതാണ് ഓമെന്നു നീ സ്മരിക്കാത്മൻ. ചെയ്ത കർമ്മങ്ങൾ മുഴുവനും ആ പ്രാണൻ പോകുന്ന നേരത്ത് ഭഗവാനിലേക്ക് ഓങ്കാരം ചൊല്ലി സമർപ്പിക്കണം. അതൊക്കെ പറഞ്ഞു വന്നത് അതിനാണ്. ഇവിടെ പറഞ്ഞു വന്നത് പ്രളയാരംഭത്തിൽ ശേഷിച്ചതും മായയിൽ ലയിച്ചതുമായ വാസനകൾ പ്രാണികളുടെ അന്ധകരണത്തിൽ ഒന്നിച്ചുകൂടി. ഇപ്പൊ മനസ്സായി മാറി. നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടിവെച്ചിരിക്കുന്ന വാസനാത്മകമായ മനസ്സ് ജീവനോടൊപ്പം അതിന് തക്കതായ ഒരു ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. നമ്മുടെ ഈ ശരീരം വെടിയുമ്പോൾ നമ്മുടെ ജന്മമൊന്നും തീരുന്നില്ല, പോവും. പിന്നെ ശരീരം മാത്രം പോവും. അപ്പൊ ഇവിടെ നമ്മുടെ മനഃശുദ്ധീകരണവും മനസ്സിൽ ഈശ്വര ചിന്തകൾ നിറക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എവിടുന്ന നേരെ ഇതിനൊക്കെ? പ്രാരബ്ധങ്ങൾ ഒഴിഞ്ഞിട്ട്, ജോലികൾ ഒഴിഞ്ഞിട്ട് എന്ന് നമ്മൾ ഗുരുദേവകൃതി പഠിക്കാനാ പോണേ? എന്ന് നമ്മൾ ഈ സത്യം മനസ്സിലാക്കും? ഉത്തരം താങ്ങുന്ന പല്ലികളായിട്ട് ഇങ്ങനെ ഞാൻ പോയാൽ വീട് ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞ് നടക്കുന്നവരാ നമ്മൾ. ഇച്ചിരി നേരം തന്നെ എത്ര ദയാദാക്ഷിണ്യത്തിലാ നമ്മളിത് പഠിക്കാൻ മാറ്റി വയ്ക്കുന്നത് ആലോചിച്ച് നോക്കൂ. അതാണ് പറഞ്ഞ അസത്യമായതിനെ എന്നും താലോലിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഈ പ്രളയാരംഭത്തിൽ ശേഷിച്ചതും മായയിൽ ലയിച്ചതുമായ വാസനകള് എന്ത് ചെയ്തു? പ്രാണികളുടെ അന്ധകരണത്തിൽ ഒന്നിച്ചു കൂടിയിട്ട് പ്രപഞ്ചത്തിന്റെ ബീജമായി, അത് പരിപക്വമായിട്ട് ഫലോന്മുഖമായി. അപ്പോഴാണ് പരമേശ്വരന്റെ മനസ്സിൽ സൃഷ്ടിക്കാനുണ്ടായ ഇച്ഛ. നമ്മളൊക്കെ തന്നെയാ പരമേശ്വരനിലേക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ ചേരണമെങ്കിൽ ഗുരു ചേർന്നു. ഗുരു ആ പരമ്പൊരുളായിട്ട് മാറിയിട്ട് ഇനി ഒരു ശരീരത്തിൽ വരവൊന്നുമില്ല, അല്ലെ? ജന്മം കിട്ടിയ ജന്മത്തെ ആ പരമ്പൊരുളിലേക്ക് ലയിച്ച് അതായി മാറി നമുക്ക് കാണിച്ചു തന്നു. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അനുഭവിച്ച് അതായി മാറിയിട്ടാ കാണിച്ചു തന്നെ, അല്ലേ? ആ വാക്കുകളാണ് നമുക്ക് ഇവിടെ ഗുരുവിന്റെ വാക്കുകളാണ് ഗുരുദേവ കൃതികളായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അത് തന്ന ശിഷ്യഗണങ്ങളെ നമ്മൾ എപ്പോഴും സ്മരിക്കണം. ഗുരുവിനെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഗുരുവിന്റെ ശിഷ്യഗണങ്ങളെയും കൂടി നമ്മൾ ആദരവോടെ കനിവോടുകൂടി സ്മരിക്കണം. നമുക്കിതൊക്കെ കൃത്യമായി നഷ്ടപ്പെടാതെ എഴുതി വെച്ച് അടുത്ത തലമുറയിലേക്ക് അവർ പകർന്നു വെച്ച കൃപാലുത്വം എത്ര ശ്രേഷ്ഠമാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പരമേശ്വരന്റെ മനസ്സിൽ സൃഷ്ടിക്കാനിടയായ ആ ഇച്ഛയ്ക്ക് കാരണം ഇതാണ്. നമ്മുടെ തന്നെ വാസനകള് അന്ധകരണത്തിൽ ഒന്നിച്ചുകൂടി അത് പരിപക്വമായി ഈ പ്രപഞ്ചത്തിന്റെ ബീജമായി അത് ഫലോന്മുഖമായപ്പോഴാണ് പ്രപഞ്ചത്തിൽ ഓരോ വീണ്ടും സൃഷ്ടികൾ ചെയ്യേണ്ടി വന്നത്. അത് തന്നെ ഗുരു എന്താ പറഞ്ഞത്? വാസനാമയമേവാദൗ
ആസീദിതമധ പ്രഭു അസൃജൻ മായയാ സ്വസ്യ മായാവീവ അഖിലം ജഗത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട വേദതത്വമാണ് അതൊക്കെ. എന്നിട്ട് പറയാണ് അടുത്ത സൂത്രത്തിൽ, ഋഗ്വേദ സൂക്ത 6-ാം സൂക്തത്തിൽ പറയാണ്, കോ അദ്ധാവേദക ഇഹ പ്രവോചത്. സൂത്രം ഞാൻ എഴുതിയിട്ട് തരാം, നിങ്ങൾ കേട്ടിരുന്നാ മതി. കോ അദ്ധാവേദക ഇഹ പ്രവോചത് കുത ആജാത കുത ഇയം വിസൃഷ്ടിഹി അർവാങ് ദേവ അസ്യ വിസർജനേ നാഥ കോ അവേദയത ആബഭൂവ. ഒന്നുകൂടെ വായിക്കാം. കഹ അദ്ധാവേദക ചേർത്ത് വായിക്കുമ്പോൾ കോ അദ്ധാവേദക. ഋഗ്വേദ സൂക്തം 6-ആണ് കേട്ടോ, 129-ാം സൂക്തത്തിൽ വരുന്ന 6-ാം മന്ത്രം. കോ അദ്ധാവേദക ഇഹ പ്രവോചത് കുത ആജാത കുത ഇയം വിസൃഷ്ടിഹി അർവാങ് ദേവ അസ്യ വിസർജനേ നാഥ കോ അവേദയത ആബഭൂവ. അതാണ് മന്ത്രം. നമുക്ക് അതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സംസ്കൃത പദങ്ങളൊന്നും കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല, ആശയമെങ്കിലും പഠിക്കുക. ചോദിക്കുകയാണ്, ഉപനിഷത്ത് ഋഷി ചോദിക്കുകയാണ്, സൃഷ്ടിതത്വം യഥാർത്ഥത്തിൽ ആരാണ് അറിയുന്നത്? അല്ലെ, ഇതിന്റെ മഹിമാവാരറിഞ്ഞു ജനനീ വാഴ്ത്തുവാനുമരുതേ. അല്ലേ, ഈ സൃഷ്ടിതത്വം യഥാർത്ഥത്തിൽ ആരാണ് അറിയുന്നത്? ഉപനിഷത്ത് ഋഷി ചോദിക്കുകയാണ്. ആരാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്? അല്ലെ, വാക്കുകൾ പോലും ഉള്ളടങ്ങുകയാണ്. മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. ഒരു ഇടക്കിടക്ക് പറയുന്നുണ്ട്. അല്ലേ, അപ്പോ ആരാണ് സൃഷ്ടിതത്വം യഥാർത്ഥത്തിൽ അറിയുന്നത്? ആരാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്? അല്ലെ, വീതാവിധി നിൻ വൈഭവം ആരാണുര ചെയ്യുവാൻ. ഇതൊക്കെ സ്തോത്രഗതികളിലെ സ്തോത്രത്തിലൊക്കെ ഉള്ളടക്കി വെച്ചേക്കുക. നിന്റെ വൈഭവം ആരാണ് പറയാൻ? ഋഗ്വേദ സൂക്തം ചോദിക്കുക. ഇതൊക്കെ ഋഗ്വേദത്തിന് ഒന്ന് സ്പർശിച്ചാൽ പോലും അതിലുള്ള സകല ജ്ഞാനവും തന്നിലേക്ക് എത്തുന്ന ഋദംബര ബുദ്ധികളാണല്ലോ ഗുരുക്കന്മാര്, പരമാത്മ സ്വരൂപികൾ. അവർക്ക് ഇതിന്റെ മന്ത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമോ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവരുടെ അനുഭവമാണത്. അപ്പൊ പറയാണ്, ആരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? പിന്നെ പറയാണ്, ഭോക്തൃഭോഗ്യ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം, കാരണം ഇതൊരു ഭോക്താവ് ഉണ്ടാവും, വിഷയം ഉണ്ടാവും, വിഷയം ഉണ്ടാവും. അല്ലെ, ഭോക്താവും ഉണ്ടാവും, ഭോക്തൃവും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഈ ഭോക്തൃഭോഗ്യ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ഏത് ഉപാദാന കാരണത്തിൽ നിന്നാണ് ഉണ്ടായത്? ഏത് പരമകാരണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഏത് നിമിത്ത കാരണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? എന്ന് വെച്ചാൽ ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകുന്നതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണത്തിനെയാണ് ഉപാദാനം എന്ന് പറയാം. ഇപ്പൊ കുടം ഉണ്ടാക്കാൻ ബേസിക് ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മണ്ണാണ്. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ കുലാലൻ ഇല്ലെങ്കിൽ കുടം ഉണ്ടാവില്ല. നിമിത്ത കാരണം കുലാലനാണ്. അപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചം ജ്ഞാതൃജ്ഞാന രൂപത്തിലുള്ള അല്ലെങ്കിൽ ജ്ഞാതൃജ്ഞേയ രൂപത്തിലുള്ള ഭോക്തൃഭോഗ്യ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ഏത് ഉപാദാന കാരണത്തിൽ നിന്നുണ്ടായി? ഏത് നിമിത്ത കാരണത്തിൽ നിന്നാണ് ഉണ്ടായത്? ഈ രണ്ട് സംഗതികളും ആരാണ് അറിയുന്നത്? അറിഞ്ഞവൻ പിന്നെ പറയാൻ വാക്കേയില്ല, മൊഴി മൗന നിലയായി പോകും. എന്നാലും സാധുക്കളായ നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഭഗവാൻ കുറിച്ചിട്ട് തന്നു. ഈ രണ്ട് സംഗതികളും ആരാണ് അറിയുന്നത്? ഉപനിഷത്ത് ഋഷി ചോദിക്കുക. ആർക്കിത് വിസ്തരിച്ച് പറഞ്ഞു തരാൻ കഴിയും? പിന്നെ പറയാ, അർവാങ് ദേവ, ദേവന്മാർ അർവാങ്ങുകളാണ്. അതായത് സർവജ്ഞരാണെന്ന് നമ്മൾ പറയുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന സഗുണമൂർത്തികളായ ദേവന്മാർക്ക് പോലും ഇതറിയില്ല. ഗുരുവിനെ ഒരു മൂലക്ക് വെച്ചിട്ട് നമ്മൾ ഓടുന്നില്ലേ? ആ സ്വരൂപങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. കാരണം ദേവന്മാർ ആകാശാദികളുടെ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായവയാണ്. ഇത് ഋഗ്വേദത്തിൽ പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയണതല്ല. ദേവന്മാർ ആകാശാദികളുടെ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായതാണ്. അതുകൊണ്ടാണ്
കുമാരനാശാൻ പറഞ്ഞത് എന്താ പറയാ, ശോകം ചേർക്കുന്ന ജന്മക്ഷയ രുചകൾ അശേഷം കെടുക്കും കടാക്ഷം തൂകും തുല്യം വെടിഞ്ഞുള്ള ഗുരുപദം എന്നൻപിൽ ഞാൻ കുമ്പിടുന്നേ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. സൃഷ്ടിസ്ഥിതി സംഹാരത്തിനപ്പുറം അതിനാധാരമായിരിക്കുന്ന പരമസത്യത്തെ സാക്ഷാത്കരിച്ച ഈ ജന്മമൃത്യു ജരാവ്യാധികളെയെല്ലാം ഇല്ലാതെയാക്കുന്ന പരമഗുരുപാദങ്ങളെയാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന് അതറിഞ്ഞ് അനുഭവിച്ച കുമാരനാശാൻ നമ്മളോട് പറഞ്ഞു തരുന്നു. നമ്മളിപ്പോഴും ഈ ഗുരുവിനെ അറിയാതെ, കൽപ്പകവിഷക്കനിയെ അറിയാതെ കാഞ്ഞിരക്കനിയെ തേടി നടക്കാൻ തുടങ്ങിയിട്ട് ജന്മങ്ങളായില്ലേ. ഇനിയെങ്കിലും ഇതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ പാദങ്ങളിലൊന്ന് സാഷ്ടാംഗം മനസ്സുകൊണ്ട് പ്രണമിച്ചിട്ട് എനിക്കിതിൻ്റെ പൊരുളൊന്ന് തെളിയിച്ചു തരൂ ഭഗവാനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ പറയാണ്, നിരതിശയ ആനന്ദ സ്വരൂപനും ദേശകാല വസ്തുക്കളാൽ വിഭജിക്കപ്പെടാത്തതുമായ ഈ ജഗത്തിനെ സർവനിയന്താവായ അവിടുന്ന് മാത്രം അറിയുന്നു. ഭഗവാനെ, അവിടുന്ന് ഈ പ്രപഞ്ച രഹസ്യം അറിഞ്ഞിട്ട് എത്രയോ കൃതികൾ ഞങ്ങൾക്ക് തന്നു. 100 വർഷം കഴിഞ്ഞിരിക്കുന്നു പലതിൻ്റെയും. അജ്ഞാനികളായ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും പൊരുള് തിരിയുന്നില്ല. തിരിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അത് അനുഭവിക്കാനോ അറിയാനോ ഒന്നും സാധിക്കുന്നില്ല ഗുരുവേ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മനുഷ്യ ജന്മത്തില് ഈ ജന്മസാർത്ഥകയ്ക്ക് വേണ്ടിയിട്ട് ഈ ജ്ഞാനത്തിന്റെ ഉടമകൾ ഞങ്ങളെയും ആ ജ്ഞാനത്തിന്റെ ഉടമകളാക്കണേ ഗുരു എന്നാണ് നമ്മൾ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കേണ്ടത്. തുച്ഛമായ ഭൗതിക വസ്തുക്കളല്ല ചോദിക്കേണ്ടത്. ഇത്രയൊക്കെ പഠനം പൂർത്തിയായി ഇത്രയൊക്കെ വേദാന്ത സൂത്രം വരെയൊക്കെ എത്തിയത് സുഹൃതികളാണ്. അപ്പോൾ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് ഒന്നും ചോദിക്കാതെ മൗനമായി ആ മനസ്സ് അവിടെ ആ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിൽക്കാൻ, നമുക്ക് ശാന്തമായി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ജന്മം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ശിവര് തീർത്ഥാടനത്തിനൊക്കെ ചെല്ലുമ്പോൾ ആ പുണ്യമായ ഭൂമിയിൽ കാലുകുത്തി അവിടെ കൊന്ന് ഇരിക്കുമ്പോൾ ആ ഗുരുവിന്റെ സാമീപ്യമൊക്കെ അനുഭവിച്ചുകൊണ്ട്, ഗുരു നമ്മളോട് സംസാരിക്കുന്നത് അനുഭവിച്ചുകൊണ്ട് ശാന്തമായി അവിടെ ഇരിക്കണം. ഉറക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉറക്കെ മറ്റു വിശേഷങ്ങൾ പറയുകയോ ഒന്നും ചെയ്യാതെ അതിൽ ഓരോ മൺതരികളിലും ഭഗവാന്റെ പാദമുണ്ട്, പാദം പതിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ പുണ്യഭൂമി അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. ഗുരുവിന്റെ കൃതികളിലേക്കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞു വന്ന എന്താ, ദേവന്മാർ പോലും ആ പരമ്പൊരുളിനെ അറിയാൻ സമർത്ഥരല്ല. അവർക്കും ഇത് അനുഭവിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ ഇഷ്ടദേവത ശിവനായതുകൊണ്ട് പറയും ശിവൻ പരമ്പൊരുളാണ്, അങ്ങനെ പ്രാർത്ഥിച്ചോളൂ, വിഷ്ണു പരമ്പൊരുളാണ്, ദേവി പരമ്പൊരുളാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെയൊക്കെ ആ പരമ്പൊരുൾ ഈ സഗുണമൂർത്തികൾക്ക് ആധാരമായ സത്യമായി നീ ഈ സഗുണത്തെ കാണൂന്നല്ലേ പറയണത് അല്ലേ. പക്ഷെ നമ്മളിപ്പോഴും ഇങ്ങനെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമ്പോൾ സ്വന്തം ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്നുണ്ട് ഈ ഈശ്വരൻ എന്ന് നമ്മളോട് എത്ര പ്രാവശ്യം ഗുരു പറഞ്ഞു തന്നു. അപ്പൊ നമ്മള് കുറെയൊക്കെ ആ ദേശകാല വസ്തുക്കളാൽ വിഭജിക്കപ്പെടാത്ത ഈ ജഗത്തിനെ സർവനിയന്താവായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരനെ അറിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഋഗ്വേദ സൂക്തം 129 മന്ത്രത്തിലെ 4ഉം 6ഉം പഠിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലായത് നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം ശേഷിക്കുന്ന വാസനകളാണ് ജന്മത്തിന് കാരണമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ മാത്രം പ്രതിഷ്ഠിക്കുക. മനസ്സിലെ മറ്റ് ചിന്തകൾക്കും ദുഃഖമോ സുഖമോ എന്തുമാകട്ടെ അതെല്ലാം സമദൃഷ്ടിയോടുകൂടി കാണാനും അതിലെ ആ ജീവിതത്തെ ശാന്തമായി കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് സ്വസ്ഥായി. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് വെറുതെ ഒന്ന് മനസ്സ് അർപ്പിക്കുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് കരുതി വെച്ചിരിക്കുന്ന കുറേ ഓർമ്മകളുണ്ടാവും. ഒത്തിരി നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഓർമ്മകളുണ്ടാവും. ഈ ആനന്ദിപ്പിക്കുന്ന ഓർമ്മകളും ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളും രണ്ടും കളയണം. രണ്ടും കർമ്മക്കെട്ടായി വരും. അപ്പൊ അതിനപ്പുറം ഈ ആനന്ദത്തെ ഉണ്ടാക്കിയ എൻ്റെ ആത്മസ്വരൂപത്തെ ചിന്തിച്ചേ. ഭൗതിക വസ്തു അല്ല, നിനക്ക് ഭാര്യയല്ല ആനന്ദം തന്നത്.
ഭാര്യയിലൂടെ നീ നിന്നിലുള്ള ആനന്ദത്തെ അനുഭവിക്കുക ചെയ്തത്. പുറത്തൊരു വസ്തുവല്ല. കുപ്പി നിറച്ച ദ്രാവകത്തിന് ആനന്ദമൊന്നുമില്ല. സർവവും ചിന്തിക്കാതെ മനസ്സ് നിശ്ചലമായപ്പോൾ തൻ്റെ ഉള്ളിലിരുന്ന ആനന്ദം തന്നെയാണ് പുറത്തേക്ക് വന്നത്. ആ വിഷദ്രാവകത്തിന് എന്തെങ്കിലും ആനന്ദം ഇരിപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇരിക്കുന്ന ആനന്ദം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള അറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനമാലയുടെ സത്ത തന്നെ ആ നമ്മളിപ്പോൾ ഈ 2 മന്ത്രത്തിൽ പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ആ അധ്യാരോപ ദർശനത്തിൻ്റെ ഏകദേശം ഒരു 2-3 ശ്ലോകങ്ങളുടെ ആശയം തന്നെയാണ് ഗുരു കുഞ്ഞു 4 വരികളിലൂടെ ഒതുക്കി നമുക്ക് തന്നത് കേട്ടോ. അല്ലാതെ വെറുതെ ഒരു കാവ്യരചന ഗുരു നടക്കാൻ പോയപ്പോൾ, പ്രഭാത സഞ്ചാരത്തിന് പോയപ്പോൾ വേദാന്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി രചിച്ചു കൊടുത്ത ആ കൃതിയിൽ അടക്കി വെച്ചിരിക്കുന്ന വേദരഹസ്യത്തെ, വേദതത്വത്തെ നമ്മൾ മനസ്സിലാക്കണം. കാരണം മായ എപ്പോഴും അഘടിത ഘടന പഠീയസി മായ എന്ന് പറയാം. നമ്മൾ മായയിൽ പെട്ടിരിക്കുകയാണ്. അഘടിത ഘടന എന്ന് പറഞ്ഞ് ചേരാത്തതിനെ ചേർത്ത് വെക്കാൻ സമർത്ഥയാണ് ഈ മായ. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതി ഭ്രമിപ്പിക്കാൻ സമർത്ഥയാണ് ഈ മായ. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ മായ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല എന്ന് നമ്മൾ അറിയണം. ബ്രഹ്മത്തിന്റെ ശക്തി തന്നെയാണ് മായ. പക്ഷെ ഈ മായയ്ക്ക് വാസന അനുസരിച്ച് ഇവിടെ ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കാനൊക്കെ മനുഷ്യന്റെ വാസനകൾക്കനുസരിച്ച് നമ്മൾ ജന്മം വരുമ്പോൾ ഈ ഇല്ലാത്തിനെ ഉണ്ടാക്കി കാണിക്കാനുള്ള ഒരു ശക്തി മായയിലുണ്ട്. ഇപ്പൊ മണ്ണിന് പാത്രമായി മാറാനുള്ള ശക്തിവിശേഷം മണ്ണിൽ തന്നെ ഉണ്ട്. ആ ശക്തിവിശേഷം ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകുമെന്ന് വെച്ചാൽ അത് പാത്രമായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വർണത്തിന് ആഭരണങ്ങളായി മാറാനുള്ള ശക്തിവിശേഷം സ്വർണത്തിൽ തന്നെ ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നത് ആഭരണമായി മാറുമ്പോഴാണ്. അല്ലാതെ ഏത് സ്വർണ്ണപ്പണിക്കാരൻ വിചാരിച്ചാലും വേറെ ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് ആഭരണങ്ങളാക്കാൻ പറ്റില്ലല്ലോ. സ്വർണത്തിനാണ് ആ ശക്തി ഉള്ളത്. അതുപോലെ പരബ്രഹ്മ സ്വരൂപനായ ആ പരമസത്യത്തിന് ഈ പ്രപഞ്ചമായി മാറാനുള്ള ശക്തിയും അതിൽ തന്നെ ഉള്ളടക്കിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. അപ്പോൾ മായാശക്തിയിലാണ്, ബ്രഹ്മശക്തിയായ മായയിലാണ് ഉണ്ട് ഇല്ല എന്ന രൂപത്തിലുള്ള ഈ പ്രപഞ്ചം ഭാസിതമായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒരു ചെറിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അടുത്തതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. കാരണം ഇനി വരുന്നത് വിഷയത്തെയും വിഷയെയും കുറിച്ചുള്ള ജ്ഞാതൃജ്ഞേയത്തെക്കുറിച്ചും ജ്ഞാതൃജ്ഞാനത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങളാണ് ഗുരു കൂടുതൽ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് ഇപ്പോൾ തുടങ്ങുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സൂത്രം കൺക്ലൂഡ് ചെയ്യാം. കൂടുതൽ ബേസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സൂത്രം ഒരു ക്ലാസ്സിൽ എന്ന രീതിയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് മനസ്സിലേക്ക് തെളിയാൻ ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.